നമസ്കാരം. ഹരിയോടൊപ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയാറുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം അനുസരിച്ച് ഹൃദയത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ശുദ്ധരക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുക, ഓക്സിജൻ കുറഞ്ഞ രക്തം തിരിച്ചു ശേഖരിക്കുക, BP കൺട്രോൾ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിന്തയും ബുദ്ധിയൊക്കെ മസ്തിഷ്കത്തിൻ്റെ ജോലിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ വസിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ എന്ന് പറയുന്നതല്ലേ കൂടുതൽ ശരി? ഒരു മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശാസ്ത്രീയ ചിന്തകൾ പറയാൻ ഇപ്പോഴും അത്ര വ്യക്തത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇത് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഒരണു അതിൽ നിന്ന് വളർന്ന് ഒരു കുട്ടി ഉണ്ടാവുന്നു. അപ്പോൾ ഇതിലൊരുപക്ഷെ ഒരു കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഗർഭപാത്രത്തിലൊരു കുട്ടി ഉണ്ടായി, ആദ്യത്തെ ഇത്ര നാൾ കഴിയുമ്പോൾ ആദ്യം കേൾക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരുപക്ഷെ ഹൃദയമിടിപ്പുണ്ടായോ എന്ന് തോന്നുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഹൃദയത്തിന് ആദ്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക. സത്യത്തിൽ യഥാർത്ഥത്തിൽ എവിടുന്നാണ് ശക്തി വരുന്നത്, നമ്മൾ ശക്തി എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യത്തിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ഇതുവരെ നമ്മുടെ ശാസ്ത്രത്തെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലാത്ത എന്നതൊരു വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈശ്വരൻ നമ്മളിൽ എവിടെ ഏതൊക്കെ ഭാഗത്ത് വസിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു ശരീരം എന്നുള്ളത് തന്നെ പൂർണ്ണമായിട്ടും എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതിയാവും. നമ്മുടെ ശരീരത്ത് എന്തുമാത്രം ഇന്ദ്രിയങ്ങളുണ്ട്, എന്തുമാത്രം കിലോമീറ്ററുകളോളം നെർവ്സ് നമുക്കുണ്ട്. ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തിന് എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ആര് എങ്ങനെ ഉണ്ടാക്കി? ഏത് എഞ്ചിനീയറാണ് ഇത്രയധികം ഇത് ഡിസൈൻ ചെയ്തത്? ഇത് നമുക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുക? ഇത് ഈശ്വരൻ വസിക്കുന്ന സംഭവത്തിൽ, അല്ലെങ്കിൽ ഈശ്വരൻ ചിന്തിച്ചില്ലേ നമ്മളെ ഇങ്ങനെ ആക്കണം, നമ്മുടെ ശരീരത്തിൽ ഇന്ന കാര്യങ്ങളാക്കണം എന്ന് ചിന്തിച്ച ആളെയില്ലേ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കേണ്ടി വരിക? നമ്മളിപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ്, ഒരു പുതിയ മൊബൈൽ ഫോൺ ഇന്ന് നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ വളരെയധികം ചിപ്പുകളും വളരെയധികം ഡിസ്പ്ലേകളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം ഡിസൈൻ ചെയ്ത ഒരു എഞ്ചിനീയറുണ്ട്, അല്ലെങ്കിൽ ഇത് വിഷ്വലൈസ് ചെയ്ത ഒരു മനുഷ്യനുണ്ട്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സിനെ ആപ്പിളിൻ്റെ ഒരു റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത, ആപ്പിളിൽ കൂടെ സ്മാർട്ട് ഫോൺ എന്ന ഒരു റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത സ്റ്റീവ് ജോബ്സ്, അദ്ദേഹം ഒരു എഞ്ചിനീയർ അല്ല, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് വേറെ പലരെയും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹം മരിച്ചു എങ്കിൽ പോലും ഇന്ന് ലോകത്ത് അതിൻ്റെ മോഡിൽ, ആ ആപ്പിളിൻ്റെ ഫോൺ ഉണ്ടാക്കിയതിൻ്റെ മോഡിൽ വീണ്ടും റിസർച്ച് നടത്തി അതിനേക്കാളും വീണ്ടും അപ്ഡേഷൻ വന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. പക്ഷേ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, ഇത്രയും നാനോ ടെക്നോളജിയിലൂടെ ഇത്രയും നെർവ്സ് അല്ലെങ്കിൽ ഇത്രയധികം മെഷീൻസ്, അത് ഓരോന്നിനും വ്യക്തമായിട്ടുള്ള SOPകൾ, ഇന്ന സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ. ഭക്ഷണം, ഫ്യൂവല് വേണം, ഈ ശരീരത്തിന് മുമ്പോട്ട് പോകാൻ ഫ്യൂവല് വേണം, അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന കുറേ ഘടകങ്ങൾ. അതിന് ഇത്തരത്തിലുള്ള ഫ്യൂവലുകളാണ് വേണ്ടത്, ഇത്ര തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണം, അതിന് സ്വാദ് കൊടുത്തിരിക്കണം. കാരണം മധുരം ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഇന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ കഴിക്കണം എന്ന് തോന്നിക്കാൻ ആ സ്വാദ് നമ്മുടെ നാക്കിൽ, കഴുത്തിന് മുകളിലേക്കുള്ള നാക്കിൻ്റെ ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ വായിൽ മാത്രം കുറേ സ്വാദുകൾ കൊടുത്തിരിക്കണം നമ്മളെ കഴിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി. എന്നാൽ ഇത് ഇറങ്ങിപ്പോകുന്ന വയറിലേക്ക് അല്ലെങ്കിൽ കഴുത്തിന് താഴേക്ക് ഈ ഒരു സ്വാദിന് ഒരു പ്രസക്തി ഇല്ലാതെ വരുന്നു. രണ്ട് കണ്ണും നമുക്ക് തുറന്നിരുന്ന് യാത്ര ചെയ്തേ പറ്റുള്ളൂ, ഈ അന്തരീക്ഷം കണ്ടേ പറ്റുള്ളൂ. പക്ഷേ കണ്ണിലേക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും പൊടി അല്ലെങ്കിൽ മറ്റ് അണുക്കളോ കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുക, കണ്ണിലേക്ക് കണ്ണുനീർ പമ്പ് ചെയ്ത് കണ്ണിനെ ക്ലീൻ ചെയ്യുക, ഈ ഒരു സംവിധാനം കൃത്യമായി നടക്കുന്നു. ഒരു ഭക്ഷണം കഴിച്ച് അകത്തേക്ക് ചെന്നാൽ അടുത്ത ഭക്ഷണം കഴിക്കുന്ന സമയം വരെയുള്ള സമയക്രമത്തിൻ്റെ ഉള്ളിൽ ഈ ഭക്ഷണത്തെ ദഹിപ്പിച്ച് അത് ആവശ്യമുള്ള എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് ആ ചെല്ലുന്ന ഭാഗത്തെ വളരെ ക്ലീനാക്കി വൃത്തിയാക്കി വെച്ച് അടുത്ത ഭക്ഷണത്തെ സ്വീകരിക്കാൻ വേണ്ടി വയറിനെ റെഡിയാക്കുക. വയർ റെഡിയായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അലാം തരും, എനിക്ക് വിശക്കണം. എങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടായത്? ഇതിനെ മുഴുവൻ നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ നമുക്ക് ഈശ്വരനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണോ ഉള്ളത്, അതോ നമ്മുടെ മനസ്സിലാണോ ഉള്ളത്? കാരണം ഈ ഹൃദയം എങ്ങനെ ഉണ്ടായി, ഈ ബ്രെയിൻ എങ്ങനെ ഉണ്ടായി, ഈ ഹൃദയത്തെ എങ്ങനെ പ്രവർത്തിപ്പിച്ചു? ഈ പറഞ്ഞ 2 ആഴ്ച 3 ആഴ്ച ഒരു ബീജം വളർന്നു വരുമ്പോഴേക്കും
അവിടെ ഒരു ഹാർട്ട് ഉണ്ടാക്കി അത് ബ്ലിങ്ക് ചെയ്യിച്ച് തുടങ്ങിയതാരാണ്? അവിടെ എങ്ങനെയാണ് ആ ശക്തി വന്നത്? അത് വീണ്ടും ബ്രെയിൻ വളർന്ന് ബ്രെയിനിൽ നിന്നുള്ള കമാൻഡ് കൊണ്ട് നമുക്കറിയാം, നമുക്കൊരു ചെറിയ ടെൻഷൻ വന്നാൽ, നമുക്കൊരു ഭയം വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തിനെയെങ്കിലും കൂടുതലായിട്ട് വെറുക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ നമ്മുടെ ബ്രെയിൻ ആണ് ഈ സാധനം കാണുന്നത്. അവിടുന്ന് ഹൃദയത്തിലേക്ക് എന്തിനാണ് കമാൻഡ് കൊടുക്കുന്നത്? ഇത്രയും ഓക്സിജൻ പോരാ ശരീരത്തിൽ, ഇത്രയും ബ്ലഡ് പോരാ, അത്രയും കൂടുതൽ നിങ്ങൾ പമ്പ് ചെയ്യണമെന്ന് ഓർഡർ കൊടുക്കണം. എന്തുകൊണ്ടാണ്? അപ്പോൾ എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും കണക്റ്റഡാണ്. പക്ഷേ ഇതിൻ്റെ കൺട്രോളിങ് ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്? ഇത് സെൽഫായിട്ട് ഓടാൻ കഴിയുന്ന ഒരു മെഷീനായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത് എന്താണ്? ഈ പറഞ്ഞ പ്രോബ്ലം വരുമ്പോഴേ അതിനെ തരണം ചെയ്യാനുള്ള മെക്കാനിസം. ഒരു വൃക്കയ്ക്ക് 2 വൃക്ക വെച്ചിരിക്കുന്നു. ഇങ്ങനെ പലതിനും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളതിനെല്ലാം സ്പെയർ വരെ വച്ച് വിട്ട ആളെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുക. ആ ഈശ്വരൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ്, ആ ഒരു മെക്കാനിസം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഒരു പവറിന് ഈ ബോഡിയിൽ ജീവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈശ്വരൻ നമ്മുടെ ബോഡിയെ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഈശ്വരന് വസിക്കാൻ വേണ്ടിയാണ്. ഈശ്വരൻ ഈ ബോഡിയുടെ എല്ലാ ഭാഗത്തും വളരുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നഖം മുതൽ മുടി വരെയുള്ള എല്ലാം ഞാൻ തന്നെയാണ്. എൻ്റെ ഉള്ളിൽ കാണാത്ത ഇന്ദ്രിയങ്ങളെ ഞാൻ കാണാതിരിക്കരുത്. എൻ്റെ പുറമേ കാണുന്ന കൈയും കാലും കണ്ണും മൂക്കും ചെവിയും മാത്രമല്ല ഞാൻ. എൻ്റെ ഉള്ളിലുള്ള നിരവധി യന്ത്രങ്ങളുണ്ട്. ഈ യന്ത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനായി നിൽക്കുന്നത്. അപ്പോൾ ഈ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഈ യന്ത്രങ്ങളെല്ലാം ഈശ്വരന് ഈ ബോഡിയിൽ കൂടി നമ്മളെ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് കാണാവുള്ളൂ. അപ്പം നമ്മൾ എന്തിനേയും കാണുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന ഭാഷയിൽ പറയും, എൻ്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ, എൻ്റെ ഹൃദയത്തിലും ഈശ്വരനുണ്ട്, എൻ്റെ ബ്രെയിനിലാണ് ഈശ്വരൻ, എൻ്റെ ബ്രെയിനിലും ഈശ്വരനുണ്ട്. നമ്മൾ ഈ പഴയ പുരാണങ്ങളിൽ പറയുന്നുണ്ട്, ഈ ഭൂമിയിലുള്ള എല്ലാം ഈശ്വരനാണ്, സകല ജീവജാലങ്ങളും ഈശ്വരനാണ്, സകല തൂണിലും തുരുമ്പും ഈശ്വരനാണ്. കാരണം ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്തും ഈ ലോകത്ത് ആവശ്യമുള്ളതാണ്. കാരണം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നും അനാവശ്യമില്ല. അനാവശ്യമായാൽ ആ നിമിഷം നമ്മളെ ആവശ്യമില്ലാതെ തന്നെ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.